ലോകസഭ ഇലക്ഷൻ എക്സിറ്റ് പോളുകളെല്ലാം ബി.ജെ.പി. അനുകൂല തരംഗമാണ് പ്രവചിക്കുന്നത്. അതോടൊപ്പം കേരളത്തിൽ താമര വിരിയുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ വലിയ ആവേശത്തിലാണ് ബി.ജെ.പി. ക്യാമ്പെന്ന് പറയേണ്ടി വരും. തൃശൂരും തിരുവനന്തപുരവും നേടി തങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിയിക്കാമെന്നതാണ് ബി.ജെ.പിയുടെ ആവേശത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇന്ത്യയിലെ പ്രമുഖ ന്യൂസ് ഏജൻസികൾ നടത്തിയ പ്രവചനങ്ങൾ വീണ്ടും മോദിക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. വീണ്ടും കേരളത്തിലെ കാര്യമെടുക്കുകയാണെങ്കിൽ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമായാൽ ആറ്റിങ്ങലും കൂടെ പോരുമെന്നതാണ് എൻ.ഡി.എയുടെ പ്രധാന പ്രതീക്ഷ. ജയിക്കുന്നത് ആരായാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പെന്ന് തന്നെയാണ് ബി.ജെ.പി. നേതാക്കളുടെ അവകാശവാദം. താമര വിരിയുമെന്ന പ്രവചനത്തിനൊപ്പം ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 27% ഉയരുമെന്ന പ്രവചനവും ശക്തമാണ്. അത്തരത്തിൽ മോദി തരംഗം കേരളത്തിലും വീശിയെന്ന് വിശ്വസിക്കുകയാണ് ബി.ജെ.പി. നേതാക്കൾ. 2 അക്ക സീറ്റ് എന്ന് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും 3 ആയിരുന്നു പോളിംഗിന് ശേഷമുള്ള പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ഈയൊരു കണക്കുകൂട്ടൽ ശരിവെക്കുന്നതാണ് ഫലങ്ങളെന്നും കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കി. അതേസമയം എക്സിറ്റ് പോളുകാർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ചിരിച്ച CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പ്രവചനങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയാണ്. ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ലെന്നാണ് LDF, UDF മുന്നണികളുടെ അവകാശവാദം. LDF-നോടുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമാണ് ബി.ജെ.പിക്ക് കുറവെന്നതാണ് പ്രവചനം. എന്നിരുന്നാലും 15% നിന്ന് 27%ലേക്കുള്ള ബി.ജെ.പിയുടെ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ആ പ്രവചനങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. മറുവശത്ത് ബി.ജെ.പിയുടെ സാധ്യത പറഞ്ഞ സീറ്റിലെല്ലാം തങ്ങൾ ജയിക്കുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. LDF-ന് കേരളത്തിൽ വൻ തകർച്ചയുണ്ടാകുമെന്ന പ്രവചനത്തിനിടെ ബി.ജെ.പി. നേട്ടമുണ്ടാക്കുമെന്നുള്ള എക്സിറ്റ് പ്രവചനങ്ങൾ ഇടതുപക്ഷത്തിന് ഇരട്ടി പ്രഹരമായി മാറുകയാണ്. ബി.ജെ.പി. ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ആർക്കാണോ വോട്ട് വിഹിതം കുറയുന്നത് അവർ ബി.ജെ.പിയെ ജയിപ്പിച്ചുവെന്ന പാപഭാരം കൂടി ഇരു പാർട്ടികൾക്കും ചുമക്കേണ്ടി വരും. കരുവന്നൂർ വിഷയമടക്കം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ബി.ജെ.പി. LDF-ഉം തമ്മിൽ അന്തർധാരയുണ്ടെന്ന് UDF നേതൃത്വം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്ത് തന്നെയായാലും കേന്ദ്രത്തിൽ 3-ാം തവണയും ഹാട്രിക് അടിച്ച് നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന പ്രവചനങ്ങളും ഭരണപ്രതിപക്ഷങ്ങൾക്ക് ചെറുതല്ലാത്ത പ്രഹരമായി മാറുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയാൻ ഇനി മണിക്കൂറുകളിലെ കാത്തിരിപ്പ് മാത്രമാണ്. ജൂൺ 4 ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകും. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും, ആര് വാഴും, ആര് വീഴുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.